വേറൊരു രസം കൂടിയുണ്ട്. BJP-യിലേക്ക് പോയ ആരെ പറ്റിയും ഒരൊറ്റ അക്ഷരം CPM പറയുന്നില്ല എന്നുള്ള വളരെ അതിശയകരമായ കാര്യം. എസ് രാജേന്ദ്രൻ എൻ്റെ കൂടെ 3 തവണ MLA ആയ ആളാണ്. അദ്ദേഹം BJP-യിലേക്ക് പോയിട്ട് ഒറ്റ പരാമർശവും ആ CPM-ൽ കാണുന്നില്ല. പിന്നെ റെജി ലൂക്കോസ് പോയി, BJP-യിലേക്ക് പോയി, ഒരു പ്രശ്നവുമില്ല. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് താൻ CPIM വിടാൻ തീരുമാനിച്ചതെന്ന തുറന്നു പറച്ചിലുമായി മുൻ MLA ഐഷ പോറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻ MLA എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നേരിടേണ്ടി വന്ന കടുത്ത നിയന്ത്രണങ്ങളും അവഗണനയുമാണ് തന്നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു MLA എന്ന നിലയിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ചെറിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പോലും പാർട്ടിയുടെ അനുമതിക്കായി കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അതീവ സങ്കടകരമായിരുന്നു. അധികാരമില്ലാത്ത സമയത്തു പോലും ജനങ്ങൾ സഹായത്തിനായി തന്റെ വീട്ടിലെത്തുമ്പോൾ അവരെ സഹായിക്കാൻ കഴിയാത്ത വിധം പാർട്ടി തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം പാർട്ടി വഴി മാത്രമേ നടക്കാവൂ എന്നൊരു നിർബന്ധം ഒരു ജനപ്രതിനിധിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. അടിമയെപ്പോലെ പാർട്ടിക്ക് വിധേയപ്പെട്ടിരിക്കാൻ തനിക്ക് കഴിയില്ല എന്നും സ്വന്തം ബോധമനുസരിച്ച് ജനങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യം CPIM-ൽ ഇല്ല എന്നും അവർ തുറന്നടിക്കുന്നുണ്ട്. താൻ കോൺഗ്രസിൽ ചേർന്ന് അധികാരത്തിന് വേണ്ടിയാണ് എന്ന ആരോപണങ്ങളെ ഐഷ പോറ്റി ഇവിടെ ശക്തമായി തള്ളിക്കളയുന്നുണ്ട്. അധികാരമാണ് ലക്ഷ്യമെങ്കിൽ 10 വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് താൻ പോകുമായിരുന്നില്ല എന്നും രാജ്യം ഭരിക്കുന്ന BJP-യിലോ മറ്റോ ചേരുമായിരുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തനിക്ക് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടം എന്ന നിലയിലാണ് കോൺഗ്രസിന് തിരഞ്ഞെടുത്തത് എന്നും അവർ പറയുന്നു. CPIM വിട്ടതിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അങ്ങേയറ്റം മ്ലേച്ഛമാണ് എന്ന വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട്. താൻ മുൻപ് LDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിച്ച പഴയ വീഡിയോകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ മര്യാദക്ക് നിരക്കാത്തതാണ് എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കി. മറ്റു പല നേതാക്കളും BJP-യിലേക്ക് പോയപ്പോൾ കാണിക്കാത്ത അസഹിഷ്ണുത താൻ കോൺഗ്രസിലേക്ക് പോയപ്പോൾ CPM കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും അവർ ചോദിക്കുന്നുണ്ട്. എസ് രാജേന്ദ്രനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ BJP പാളയത്തിലേക്ക് പോയപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാത്ത പാർട്ടി തന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് തന്റെ ജനകീയതയിലുള്ള ഭയം കൊണ്ടാണ് എന്നും അവർ പറയുന്നുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പാർട്ടിയും സർക്കാരും ഒരു മുൻ വനിതാ MLA ഇത്തരത്തിൽ തേജോവധം ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്നും ഐഷ പോറ്റി വിമർശിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മാടമ്പിത്തരമാണ് പാർട്ടിയിൽ ഇപ്പോഴും തുടരുന്നതെന്നും അത് പൊളിച്ചടക്കി പുറത്തു വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. മന്ത്രിയുടെ ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് പേര് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കാതെ നേരെ വീട്ടിലേക്ക് വരും. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ അങ്ങോട്ട് പോകണം, എനിക്ക് അധികാരമില്ല, അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി, സാധിച്ചു തരുമെന്ന് പറഞ്ഞു വിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഞങ്ങൾ എല്ലാം പറഞ്ഞ് സാധിച്ച് പറ്റാവുന്നൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ ഒരു റിസൾട്ടും ഉണ്ടാവുന്നില്ലായിരുന്നു എന്നുള്ള സങ്കടകരമായിട്ട് ഞാൻ പറയുക. വലിയ പ്രയാസമാണ്. എന്തെങ്കിലും ചെന്ന് കാണാൻ പറ്റുമോ? കണ്ട് പറഞ്ഞാൽ പറ്റുമോ? എല്ലാം പാർട്ടി വഴി പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് അന്നുമുണ്ട്. പാർട്ടിക്ക് വിധേയമായിട്ടല്ലേ പ്രവർത്തിച്ചത്? പാർട്ടിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായോ? വളരുകയല്ലേ ചെയ്തത്. പക്ഷെ ഓരോ കത്ത് കിട്ടിയാലും ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ നയപരമായ കാര്യങ്ങളല്ലാതുള്ള കാര്യങ്ങൾ ഒരു പാർട്ടിയോട് ആലോചിക്കേണ്ടതുണ്ടോ? നമുക്കൊരാളൊരു റെപ്രസെന്റേഷൻ തരുക, അതൊരു നയപരമായ കാര്യമല്ലേ? അത് അവിടെ പോയി അങ്ങ് സാധിച്ചു കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ് അവർക്ക് കത്തും കൊടുത്ത് വിട്ടാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഓരോ സംഗതികളും പാർട്ടി വഴി മാത്രം പോകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ പാർട്ടി MLA അല്ലാതായപ്പോഴും എല്ലാം പാർട്ടിയോട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പൊ എൻ്റെ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലല്ലോ എനിക്ക്. അങ്ങനെ അടിമയായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം പാർട്ടി വഴി പറയണമെന്ന് വെച്ചാൽ എനിക്കെന്ത് ബോധമില്ലേ ചെയ്യാൻ? നമുക്കറിയാമല്ലോ ഏത് കാര്യങ്ങൾ എങ്ങനെ ആലോചിക്കണം. വലിയ പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ അത് പാർട്ടി കമ്മിറ്റി വഴി പറഞ്ഞു പോട്ടെ. അല്ലാതുള്ള 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾക്ക് ജനങ്ങളെ സഹായിക്കാമല്ലോ. ഇതാണ് ചെയ്തത്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല, അവരെ ഏത് ജാതിയാണോ മതമെന്നോ ചോദിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ പറ്റുന്നതാണെ സാധിച്ചു കൊടുക്കും. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ 2 അധികാര കേന്ദ്രം ഇവിടെ വേണ്ട എന്നൊരു തീരുമാനം വന്നു. തന്നെയല്ല, ചെല്ലുമ്പോ ജനങ്ങളെ ഇത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഈഗോ ഉണ്ടായിട്ടുണ്ടാവാം ഉറപ്പായിട്ടും. ഇതൊക്കെ കാരണത്താലാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തും. നൈസായിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്ന ആളായതുകൊണ്ട് അതും ഒരു നല്ല വളമായി. പക്ഷെ പ്രതികരിച്ചപ്പോഴും ഞാൻ എന്ത് ചെയ്തു?
എന്റെ കുറ്റമാക്കി എടുത്തുകൊണ്ട് ഞാൻ ഇതൊക്കെ എനിക്ക് ഈ വഴക്കുണ്ടാക്കാൻ വയ്യ, ചുമ്മാതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവേ ഇടതുപക്ഷ CPIM-ന്റെ കാര്യങ്ങൾ നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. ഞാൻ ഇരുന്ന പാർട്ടിയാണെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ആൾക്കാരോടുള്ള പ്രതികരണം എങ്ങനെ, അതൊക്കെ ഒഴിവാക്കാനും നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്നതല്ലേ, ആ സൈബർ ആക്രമണങ്ങളായാലും ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ് സഹിച്ചു പോയത്. ക്ഷമ ആർക്കും കിട്ടുപോകും. അവസാനമാണ് ഞാനൊരു തീരുമാനം എടുത്തത് ഈ കോൺഗ്രസിലേക്ക് ചേരാനായിട്ട്. അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അധികാരം മോഹിച്ചിട്ടായിരുന്നെങ്കിൽ അധികാരമുള്ള പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് ചോദിച്ചു വാങ്ങിച്ചങ്ങ് പോയാൽ പോരെ. അതല്ലെങ്കിൽ വലിയൊരു പാർട്ടി വേറെ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നുണ്ടല്ലോ, അവർക്ക് വലിയ അധികാരം ഉണ്ടെങ്കിൽ അങ്ങോട്ടങ്ങ് പോയാൽ പോരെ. ഇതങ്ങനെ ചെയ്തില്ലല്ലോ. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനം കുറെ കൂടി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, എനിക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് എന്നോട് അവർ ബന്ധപ്പെട്ടിരുന്നു. പല ആൾക്കാരും ബന്ധപ്പെട്ടെങ്കിലും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇതാണ്. അധികാരമുള്ള പാർട്ടി അല്ലത്, അധികാരമില്ലാത്ത ആ പാർട്ടിയിലേക്ക്, 10 കൊല്ലമായിട്ട് അധികാരമില്ലാത്ത പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇനി അധികാരമോഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ മാറ്റി നിർത്തിയപ്പം ഇത്ര ആത്മാർത്ഥമായിട്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ? നിങ്ങൾ ആ വീഡിയോ ഒക്കെ കേട്ട് കാണുമല്ലോ. യാതൊരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ ഇപ്പം ഞാൻ രാഷ്ട്രീയം മാറി കോൺഗ്രസിൽ വന്ന് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി ആയിട്ട് പോലും എൻ്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ആൾക്കാരും ചേർന്ന് ആ പഴയ വീഡിയോ ഇട്ട് 4 വോട്ട് പിടിക്കുന്ന അതിശയകരമായ വളരെ ഒരു തരംതാണ ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിഞ്ഞില്ലേ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു രാഷ്ട്രീയ മര്യാദയാണോ ഒരു എതിർ സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുന്ന അന്ന് കൊടുത്ത വീഡിയോ ജയിപ്പിക്കണം എന്ന് പറയുന്ന വീഡിയോ ഇടുന്നത്? ഏത് രാഷ്ട്രീയ മര്യാദയാണ്? ആ പ്രസ്ഥാനത്തിന്റെ അപജയം എന്താണെന്നുള്ള അതിൽ കൂടെ തന്നെ അറിയാം. പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചു, ചതിച്ചു, അപ്പൊ മൊത്തം എടുത്തു എന്നെ തേജോവധം ചെയ്യാം, എന്റെ ക്യാരക്ടറിനെ തേജോവധം ചെയ്തുകൊണ്ട് എന്ത് മോശമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയേ, എന്തൊക്കെ ഭാഷ, എവിടുന്നാ ഇവര് പഠിച്ചത്? സംസ്കാരശൂന്യമായിട്ടുള്ള ഭാഷയല്ല, അന്തസ്സുള്ള ഭാഷ ഉപയോഗിക്കണം. മനുഷ്യനോട് നന്നായിട്ട് പെരുമാറാൻ കഴിയണം, നല്ല ക്ലാസ്സുകൾ കൊടുക്കണം. നൂറ്റാണ്ട് മാറിക്കഴിഞ്ഞു. ഇതുപോലും ഞാൻ ഈ എതിർ സ്ഥാനാർത്ഥിയോട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ക്ലാസ്സുകള് നൂറ്റാണ്ട് മുമ്പുള്ളതല്ല കൊടുക്കേണ്ടത്. മാടമ്പിത്തരം ഇല്ലാതാകണമെന്നും വേലിക്കെട്ടുകൾ പൊളിച്ചെടുക്കണമെന്നും പറഞ്ഞാൽ വേലി കെട്ടുകയും മാടമ്പിയെ പോലെ പെരുമാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പൊ പാർട്ടിയിലുള്ളത്. അത് പൊളിച്ചടുക്കിയിട്ടാണ് ഞാൻ പുറത്തു വന്നത്. G. സുധാകരൻ അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ ആള് ആ പാർട്ടി വിടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ TK ഗോവിന്ദൻ സെക്രട്ടേറിയറ്റ് അംഗമാണ്. എത്ര പേര് പറയാൻ. വേറൊരു രസം കൂടിയുണ്ട്, BJP-യിലേക്ക് പോയ ആരെ പറ്റിയും ഒരൊറ്റ അക്ഷരം CPM പറയുന്നില്ല എന്നുള്ള വളരെ അതിശയകരമായ കാര്യം. S. രാജേന്ദ്രൻ എൻ്റെ കൂടെ 3 തവണ MLA ആയ ആളാണ്. അദ്ദേഹം BJP-യിലേക്ക് പോയിട്ട് ഒറ്റ പരാമർശവും ആ CPM-ൽ കാണുന്നില്ല. പിന്നെ റെജി ലൂക്കോസ് പോയി, BJP-യിലേക്ക് പോയി, ഒരു പ്രശ്നവുമില്ല. ഹസ്കർ പോയി. ഇങ്ങനെ എത്ര ആൾക്കാർ. സുജാ ചന്ദ്രബാബു CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, UDF-ലേക്ക് പോയി. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുക. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെയും ധനകാര്യമന്ത്രിയുടെയും മണ്ഡലത്തിലെ ഒരു മുൻ MLA ആയ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ മ്ലേച്ഛമായ ഒരു എന്താ പറയുക, എന്നെ ഇങ്ങനെ ഇത്രത്തോളം കരുതേച്ച് കാണിക്കുന്ന, എന്നെ വളരെയധികം ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത്. സകലമാന സോഷ്യൽ മീഡിയയിലും അഡ്രസ് ചെയ്യാതെ ഇങ്ങനെ വരാൻ പറ്റും? ഈ മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തം ഇല്ലേ? മന്ത്രിയുടെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടിയല്ലേ എന്നെ ഇത്രയും തേജോവധം ചെയ്യുന്നത്. അതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടാവുമോ? എന്നോട് എത്ര പേര് ഇപ്പൊ ചോദിച്ചെന്നറിയാം, എത്ര ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എങ്ങനെ ഇത്ര നാൾ ഇരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവരറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്ര മോശമായിട്ട് ഇത്രയും നാള് നല്ലായിരുന്നു, രാഷ്ട്രീയം മാറിയെന്നൊരു കാരണത്താൽ ഇങ്ങനെ പറയുന്നു. എത്ര പേര് BJP-ന്നും കോൺഗ്രസിൽ അങ്ങോട്ട്, കോൺഗ്രസിൽ നിന്ന് ഒരു പട ആൾക്കാർ CPM വന്നപ്പോ അത് നല്ലത്. CPM ഒരാൾ, അത് ഐഷ പോറ്റി പോയതിനേ ഉള്ളൂ കൂടുതൽ പ്രശ്നം. അതെന്താ? പേടിയുണ്ട്. ഐഷ പോറ്റിക്ക് ജനകീയത ഉള്ളതുകൊണ്ടല്ലേ, ജനങ്ങൾ ഐഷ പോറ്റിയുടെ കൂടെ നിൽക്കുമെന്നുള്ളത് കൊണ്ടല്ലേ, ഒരു ഭയം ഉള്ളത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചോദിച്ചോളൂ.